4 പതിറ്റാണ്ടിലേറെയായി മലയോര കിഴക്കൻ മേഖല ഉയർത്തുന്ന മൂവാറ്റുപുഴ ജില്ല എന്ന ആവശ്യത്തിൽ വീണ്ടും ചർച്ചകൾ ചൂടുപിടിക്കുന്നു. മൂവാറ്റുപുഴ ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കുന്നത് പരിഗണിക്കാൻ ഡിലിമിറ്റേഷൻ കമ്മീഷനെ നിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചതോടെയാണ് വിഷയം വീണ്ടും മുഖ്യധാരയിലെത്തുന്നത്. മാത്യു കുഴൽനാടൻ എം.എൽ.എ. ഉന്നയിച്ച ആവശ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ അനുകൂല പ്രതികരണം മേഖലയിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. മൂവാറ്റുപുഴ ആസ്ഥാനമായി പുതിയൊരു റവന്യൂ ജില്ല എറണാകുളം, ഇടുക്കി ജില്ലകളിലെ അതിർത്തി പങ്കിടുന്ന ജനങ്ങളുടെ ചിരകാല സ്വപ്നമാണ്. ഓണപരിപാടിക്കിടെ മാത്യു കുഴൽനാടൻ എം.എൽ.എ. ഉന്നയിച്ച ആവശ്യത്തോട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പോസിറ്റീവായി പ്രതികരിച്ചതോടെയാണ് ജില്ലാ രൂപീകരണ ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വെച്ചത്. സ്വന്തം ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേർപെട്ടു പോകുന്നതിൽ വ്യക്തിപരമായ വിഷമമുണ്ടെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. മൂവാറ്റുപുഴ ജില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം വന്നു. കാരണം എന്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേറിട്ട് പോകുമെന്നല്ല, എന്നാലും ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ഗവൺമെന്റ് കൊണ്ടുവരും. ആ കാര്യത്തിൽ ഇതുകൂടി ഉറപ്പായിട്ട് പരിഗണിക്കും. പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അനുകൂല നിലപാടുണ്ടായത് സന്തോഷകരമാണെന്ന് സ്ഥലം എം.എൽ.എ. മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ദീർഘകാലമായിട്ടുള്ള നാടിൻ്റെ ഒരാവശ്യമായിരുന്നു ജില്ല വേണമെന്നുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ സർക്കാർ ഡിലിമിറ്റേഷൻ കമ്മീഷനെ സംബന്ധിച്ചും അതുപോലെ പുതിയ ജില്ലാ താലൂക്കുകളുടെ സാധ്യതകളെക്കുറിച്ചും പഠിക്കുമെന്ന് പറഞ്ഞിരുന്നു. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകൾ പൂർണ്ണമായും മൂവാറ്റുപുഴ ജില്ലയുടെ ഭാഗമാക്കണമെന്നാണ് ആവശ്യം. ഇതോടൊപ്പം കുന്നത്തുനാട് താലൂക്കിലെ കോലഞ്ചേരി, ഐക്കരനാട് മേഖലകളും പിറവത്തിന്റെയും പെരുമ്പാവൂരിന്റെയും ചില ഭാഗങ്ങൾ, തൊടുപുഴ താലൂക്കിലെ ലോ റേഞ്ച് പ്രദേശങ്ങൾ എന്നിവയും മൂവാറ്റുപുഴ ജില്ലയിൽ ഉൾപ്പെടുത്തണമെന്നതിലാണ് ചർച്ച. നിലവിൽ ഭരണപരമായ ആവശ്യങ്ങൾക്ക് കിഴക്കൻ മലയോര മേഖലകളിലെ സാധാരണക്കാർക്ക് കാക്കനാട് കളക്ടറേറ്റിലോ ഇടുക്കിയിലെ പൈനാവിലോ എത്താൻ മണിക്കൂറുകൾ സഞ്ചരിക്കേണ്ട ഗതികേടാണുള്ളത്. കൊച്ചി നഗര കേന്ദ്രീകൃതമായി ഒതുങ്ങി നിൽക്കുന്ന വികസന പദ്ധതികൾ കാർഷിക വ്യവസായ പ്രാധാന്യമുള്ള കിഴക്കൻ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ പുതിയ ജില്ല സഹായകമാകും. ഒരു ജില്ലാ ആസ്ഥാനത്തിന് അനുയോജ്യമായ മിനി സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പതിറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ മൂവാറ്റുപുഴയിൽ സജ്ജമാണ്. പക്ഷേ ഇതാദ്യമായല്ല മൂവാറ്റുപുഴ ജില്ലാ പ്രഖ്യാപനമുണ്ടാകുന്നത്. 1982 അന്നത്തെ മുഖ്യമന്ത്രി കെ. കരുണാകരൻ മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് തുടർ നടപടികൾ നിലച്ചുപോവുകയായിരുന്നു. 4 പതിറ്റാണ്ടിനു ശേഷം വിഷയം വീണ്ടും സർക്കാരിന്റെ സജീവ പരിഗണനയിൽ വരുമ്പോൾ പതിറ്റാണ്ടുകളുടെ ഈ കാത്തിരിപ്പിന് പൂർണ്ണ വിരാമമാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മൂവാറ്റുപുഴ ജില്ല യാഥാർത്ഥ്യമായാൽ മധ്യ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വഴിത്തിരിവാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് മലയാളം, കൊച്ചി.